പൊന്നാനിയിൽ അവിടെ ജയിച്ച് നിരന്തരമായി LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ സമീപകാലത്ത് അവിടെ ഹിന്ദു സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. പൊന്നാനിയിൽ അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം ഹിന്ദു MLA ആണല്ലോ ജയിക്കുന്നത് എന്ന് പറഞ്ഞ് പൊന്നാനിയിലെ മുസ്ലിംസ് ഒരു ബാനർ ഉയർത്തേണ്ട അവിടെ. അത് നമ്മുടെ നാടിന്റെ മതേതര നിലപാടിന് കോട്ടം തട്ടുന്നതാണ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് സമയത്ത് മതത്തെ ചൂണ്ടിക്കാട്ടി വോട്ട് ചോദിക്കാൻ പാടില്ല. ശരിയാണ്, നിയമവിരുദ്ധമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഇവിടെ പൊടിപ്പാറ സാറ് സൂചിപ്പിച്ച പോലെ നമ്മൾ സർവേ ചെയ്ത് 2 ഘട്ട സർവേ ചെയ്തപ്പോഴും നമ്മൾ കണ്ട ഒരു കാര്യം, ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമില്ല. അതാണ് ഈ 2 പേർക്കും സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം. അതിൻ്റെ ഒരു പ്രധാന ഘടകം ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് സർക്കാരിനുള്ള എതിർപ്പുകൊണ്ടല്ല. അതാണ് എൻ്റെ ഒരു വാലിഡ് പോയിന്റ്. 10 വർഷം ഇവർ ഭരിച്ചില്ലേ, ഇനി ഇവരൊന്ന് ഭരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു 5-6% ആളുകൾ ഒരു മണ്ഡലത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ജനങ്ങളിലുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഭരിക്കുന്നവർക്കുള്ളൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എപ്പോഴും അവൈലബിളാണ്. തുറന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്ന പ്രോമിസുകളെല്ലാം ഡെലിവർ ചെയ്തോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്, അതിനുള്ള ഉത്തരവുണ്ട്. അതുകൊണ്ട് നാച്ചുറലി തിരിഞ്ഞ് ചിന്തിക്കുക. ഇപ്പം നേരത്തെ സുനിൽകുമാർ സാർ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം നീതി ആയോഗിൻ്റെ കാര്യം റിസർച്ച് നടത്തുന്നതുകൊണ്ടും പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആയതുകൊണ്ടും എനിക്കറിയാം. ചോദ്യം ചോദിച്ചു, ഞങ്ങൾ 2000 പേരെന്ന് ഉദ്ദേശിച്ച ഒരു ജില്ലയിലാണ്, മൊത്തം 28,000 പേരെ സർവേ ചെയ്തതിൽ ഒരാൾക്ക് പോലും അതറിയില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 ആയി ഒരാൾക്ക് പോലും അതറിയില്ല. ഇത്രയധികം സംരംഭം സാധാരണക്കാരിലേക്ക് എത്തിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞ പോലെ അവിടെയാണ് ചെറിയൊരു ഒരു സെക്കൻഡ്. നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഇല്ല, നീതി ആയോഗിന്റെ കാര്യങ്ങളൊന്നും ആൾക്കാരിൽ എത്തിയിട്ടില്ല. മാഷ് ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കില്ലായിരുന്നു. മാഷർക്ക് ആ ജോലി ഇല്ല, പരിപാടിയില്ല അല്ലേ? എന്താ സംഭവിച്ചത്? ആളുകളിലേക്ക് റിസർച്ച് ചെയ്തിട്ടാണല്ലോ അവർ പറയുന്നത്. നമ്മുടെ കാര്യം, കേരളത്തിലെ ജനങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. അത്രമാത്രം മാധ്യമ സ്വാധീനമുണ്ട്. അതുകൊണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിൻ്റെതാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിൻ്റെതാണെങ്കിലും ലോക്കൽ ബോഡീസ് ആണെങ്കിൽ പോലും കാര്യങ്ങൾ ജനങ്ങൾക്കറിയാം. അതനുസരിച്ച് റിയാക്ഷനും വരും. അതുകൊണ്ടാണല്ലോ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി 2ാമതും ഒരു LDF ഗവൺമെൻറ് വന്നത്. ഇന്നിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ രാഷ്ട്രീയമായ ഒരു മാറ്റമല്ല. ഒരു ഗവൺമെൻറ് 10 വർഷം ഇരുന്നു. ഞാൻ ആ ഫോട്ടോ വെച്ച് പോയ കാര്യമല്ല, അത് മുഖ്യമന്ത്രിയോടോ ഗവൺമെൻറ്റിനോടോ എതിരായിട്ടില്ല, നമ്മുടെ സ്വഭാവം. അപ്പം ഇതെല്ലാം ജനങ്ങൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് അന്തിമമായി ജനങ്ങൾ കാണുന്ന സംസ്ഥാനത്തിൻ്റെ പുരോഗമനമാണ്. ജനങ്ങൾക്ക് എന്ത് ഗുണം ചെയ്യും, അത് ആ ആംഗിൾ വെക്കുമ്പോഴാണ് വീണ്ടും 3ാമത്തെ പ്രാവശ്യം LDF വരും എന്ന് പറയാൻ കാരണം. ഡൽഹി കാണണം മാത്രമല്ല, മാഷിനെ നമുക്ക് ഡൽഹി കാണണം. അതിന് എന്തോ മാർഗം. മാഷ അല്ലേലും എപ്പോഴും ഡൽഹിയിലുള്ളതാണ്. ഈ സ്ഥാനമൊന്നും ഇല്ലേലും മാഷ് ഡൽഹിയിലുണ്ട് അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.